ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണ്, സന്തോഷ് വർക്കി ആൻഡ് വിഷ്ണു കൊച്ചിക്കാരൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? പെണ്ണിൽ കളിക്കുന്ന മറ്റാരും അല്ല, നമ്മുടെ അലൻ ജോസ് പെരേരയാണ്. കോടതിയിൽ അബദ്ധം വരാം, കാരണം പണ്ട് ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇൻഫ്രീം മീഡിയ എന്റർടൈൻമെന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകളാണ് കേട്ടോ. സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന രണ്ട് വൈറൽ താരങ്ങളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം സന്തോഷ് വർക്കി ആൻഡ് വിഷ്ണു കൊച്ചിക്കാരൻ. വെൽക്കം ടു ദി ഷോ. അങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല, പിന്നെ എങ്ങനെ പറഞ്ഞാൽ അറിയുന്നേ? ആറാട്ടെന്നും പൈനാപ്പിൾ ആണെന്നും. അതെ, ഞാൻ പറയട്ടെ, ഈ പൈനാപ്പിൾ അണ്ണൻ എന്ന് പറയുന്നത് മുടി ഉള്ളതുകൊണ്ടായിരുന്നു. മുടി എവിടെ? മുടി ഇപ്പൊ ഞാൻ പഠിച്ചൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്താ കാര്യം? എന്താ കാര്യം ഇപ്പൊ ദിലീപന്റെ കേസ് അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പൊ അതില് ഈ കേസ് വന്നതിന് മുമ്പ് ഞാൻ നേർച്ച ഉണ്ടാവുമായിരിക്കും, ദിലീപേട്ടൻ ഇത് കുറ്റക്കാരനല്ലെങ്കിൽ നമ്മൾ പഠിച്ചോളാന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു നേർച്ച? നേർച്ച കുറച്ച് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ. ആണല്ലേ? കുറ്റക്കാരൻ ആണെങ്കിലോ അതിന് മുടി വളർത്തുക, നീളം മുടി ഇങ്ങനെയാണോ? കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞല്ലോ. അപ്പൊ നമ്മള് ഞാൻ ആവശ്യം അല്ല എന്റെ കാര്യം ഞാൻ പറയാം, ഇയാള് പൊട്ടത്തരം വെറുതെ ഫീൽഡ് അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ അങ്ങനെ സംഭവം ഉണ്ടാകും. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ചെയ്തത് അവര് വിഷ്ണുമായ വസ്ത്രം എടുക്കണ്ട ടാറ്റോ കിട്ടിയിട്ടുണ്ട് വിഷ്ണുമായുടെ. കൊള്ളാലോ. കഴിഞ്ഞ റോക്കറ്റൊക്കെ ദിലീപേരെ കണ്ടാൽ മതി. ദിലീപിനെ രണ്ടു പടം ചെയ്താണ് ബാന്ദ്രയിലുണ്ടായിരുന്നു. അതെല്ലേ? പിന്നെ ബേസിക്കലി ലാലേട്ടർ ഫാൻ വെച്ചാൽ ദിലീപന്റെ കൂടെ പടം ചെയ്തേക്കുന്നത്. ബേസിക്കലി ഫാൻ ഞാനല്ല, ലാലേട്ടർ ഫാൻ. ഞാൻ ദിലീപ് ഫാനാണ്, എനിക്ക് പേടിയൊന്നുമില്ല. നമ്മൾക്ക് അത് തുറന്നു പറയേണ്ട കാര്യമില്ല. ഇയാളുടെ കൂടെ ഇയാള് ലാലേട്ടർ ഫാൻ ആയതുകൊണ്ട് ഇയാളുടെ കൂടെ നിൽക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ നമ്മളായിട്ട് വഴക്കിടും. പെണ്ണുങ്ങളുടെ ഓക്കെ, ആറാട്ടണ്ണനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വിശേഷം എന്താ? വിശേഷം പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും പറയുന്നത് ഫീൽഡ് ഔട്ട് ആണ്. ഞാനും കേട്ടിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? പേര് പിയാവർക്കാണ്. അതിന്റെ പേരിൽ കളിക്കുന്ന മറ്റാരും അല്ല, നമ്മുടെ അലൻ ജോസ് പെരേരയാണ്. പെരേരയാണെന്ന് ഉറപ്പിക്കാൻ എന്താ കാര്യം? രണ്ട് ഓഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടി. ഓഡിയോ ക്ലിപ്പ് കിട്ടിയോ? എന്താ ഓഡിയോ എനിക്ക് എന്റെ പുള്ളിയാമ മുക്കിക്കളിയാണ്. അതായത് പുള്ളി പറയാണ് ആരുടെ ഫീൽഡ് ഔട്ട് ആയി, പുള്ളിയും പുള്ളിയുടെ കുറെ പെണ്ണിനെ കൊണ്ടുവന്നാൽ മതി. ഇവിടെ അഭിലാഷ് ചട്ടവും പറയുന്നുണ്ട്, ആരുടെ ഫീൽഡ് ഔട്ട് ആയി, അഭിലാഷ് ചട്ടയും മായിമായിട്ടോട് വരാം. ഭയങ്കര കളി ഇറങ്ങുന്നു. എന്ത് വീഡിയോ എവിടെ ഇട്ടാൽ കമന്റ്സ് ഫീൽഡ് ഔട്ട് എന്നാണ്. പിന്നെ ഇവർക്ക് ഒരു മാനസിക സുഖം കിട്ടുകയാണ്. ഞാൻ മാനസിക ഇത് കാണുമ്പോൾ തട്ടാൻ വേണ്ടി. ഞാൻ പറയട്ടെ, ഈ പെരേര ഒന്ന് താഴ്ത്തി കിട്ടിയ താഴാനുള്ളോ ഈ പറയുന്ന ആറാട്ടണ്ണൻ? പെരേര വളർന്നില്ലേ? പെരേര പഴയ ആളൊന്നുമല്ലെന്നാ. ഞാൻ വന്ന ഒരു വർഷം കഴിഞ്ഞ് പെരേര വന്നത്. പക്ഷെ പെരേര കാണിക്കുന്ന പോലെ കോമാത്രം കാണിക്കാൻ പറ്റില്ല. താനാണ് ഞാൻ ഇപ്പൊ പെരേരനായാലും ഞങ്ങളായാലും ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അതില് നമ്മുടെ ആറാട്ട് സിനിമ പിടിച്ചപ്പോ ഈ ഉണ്ണികൃഷ്ണനോട് നന്ദി ഞാൻ പറയുന്നു. അല്ലെ, ആറാട്ട് ഞങ്ങളുടെ സന്തോഷ് വർക്കി ആറാട്ടണില്ലെങ്കിൽ പെരേര ഇല്ല, ഞാനും ഇല്ല. മനസ്സിലായോ? അത് ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണനോട്. പുള്ളിയാണ് ആറാട്ട് പിടിച്ചത്. അതിലൂടെയാണ് നമ്മുടെ ആള് വൈറലായത്. ലാലേട്ടനുണ്ട്, തീർച്ചയായിട്ടും. അതെ, ഉണ്ണികൃഷ്ണൻ ലാലേട്ടൻ പിടിച്ചോണ്ടാണല്ലോ. അപ്പൊ പുള്ളിയോടല്ലേ ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണല്ലോ ആറാട്ടണ്ണൻ ഇപ്പൊ ലാലേട്ടൻ. അതൊന്ന് നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പറയാമോ? നാച്ചുറൽ ആയിട്ട് എപ്പോഴാ പറയാൻ പറ്റാ? ഓക്കെ, ഇപ്പൊ പറഞ്ഞല്ലോ ദിലീപേട്ടന് വേണ്ടിയിട്ടാണ് മുടി മൊട്ടയടിച്ചെന്നൊക്കെ. ദിലീപേട്ടൻ ഫാനാണോ? അതെ, തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെയാരും. ഫാൻ എന്ന് വെച്ചാൽ ഫാനാണ്. എന്നാലും ഈ ഒരു കേസ് വന്നപ്പോ ചെറിയൊരു മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കോടതി വിധിയാണല്ലോ നമ്മളെല്ലാം നോക്കുന്നത്. ഒരാള് കുറ്റക്കാരനാണോ അല്ലെന്നുള്ളത് നമ്മള് തെളിയിക്കുന്നത് കോടതിയാണ്, അല്ലാണ്ട് അവര് വരും പറഞ്ഞ പോലെ അല്ല. കോടതി തീരുമാനിക്കണം. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതിയാ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ആറാട്ടണ്ണൻ ഇപ്പൊ ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പറയട്ടെ, കോടതി വിമർശിക്കരുത്, കേസാവും. എല്ലാവർക്കും അറിയാം. ഞാൻ കോടതി മാനിക്കുന്ന ആളാണ്. കോടതി രക്ഷപ്പെട്ടിട്ടുണ്ട്.
ഓക്കെ. അൾട്ടിമേറ്റ് ഒന്നുമല്ല. അപ്പൊ ഈ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷം ദിലീപേട്ടൻ കുറ്റക്കാരനല്ലാന്ന് പുറത്തു വന്നല്ലോ. അപ്പൊ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ടായിരുന്നോ? പോയായിരുന്നു. കണ്ടോ? കണ്ടില്ല. വീഡിയോ ഭയങ്കര ക്രൗഡായിരുന്നു. ക്രൗഡ് ഉണ്ടായി. നമുക്ക് ഒരുപാട് അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ദിലീപിനെതിരെയാണ് സംസാരിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഒരു ഓഡിയോ ക്ലിപ്പിൽ കണ്ടപ്പോ ഡ്രൈവർ മാർട്ടിന്റെ എല്ലാം ഇത് കണ്ടപ്പോ ഒരു ട്രാപ്പ് പോലെ തോന്നുന്നു. ഒരു അമ്പത് പുള്ളി ഇപ്പൊ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇന്നത് ഭയങ്കര വൈറലായിട്ട് മാർട്ടിന്റെ ട്രാപ്പ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഇപ്പൊ വേറെ കാര്യമാണ്. ഇപ്പൊ 6 പേര് അറസ്റ്റായി, 6 പേര് ശിക്ഷ കിട്ടി. അതിൽ ഇവരാരും സാറ്റിസ്ഫൈഡ് അല്ല. അവര് ടാർഗറ്റ് ചെയ്യുന്നത് ദിലീപിനെയാണ്. ദിലീപിനെയാണ് പൂർണ്ണം. അത് അവിടേക്കാണ് സംശയം തോന്നുന്നത്. ഓക്കെ. ഇപ്പൊ ഈ പെരേരയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പെരേരയുടെ മാനേജർ ആയിരുന്നു അല്ലേ? അല്ല, മാനേജർ ഒന്നും ഒരു കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അല്ലാണ്ട് അവന് മാനേജർ മാനേജറിന് വലിയ ശമ്പളം കൊടുക്കണം അതൊന്നും അവന്റെ ഇല്ല. അവനാകെ ജീവിക്കണം. പറയട്ടെ സീരിയസ് ആയിട്ട് അതെ ഞാൻ പറഞ്ഞു. അതായത് ഒരു കണ്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരാളുടെ കൂടെ ബോഡി ഗാർഡ്, അതായത് ഒരു ബോഡി ഗാർഡിന് ഒരു ശമ്പളം ഉണ്ട്, അതൊന്നും അവന്റെ കയ്യിലില്ല. പിന്നെ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യുമല്ലോ, ഓരോ കണ്ടന്റ് ആണല്ലോ അത് ചെയ്യണം. അത് ബോഡി ഗാർഡ് ആണെന്ന് പറഞ്ഞ് ഇന്ന് ചെയ്യും, നാളെ മാനേജർ ആണെന്ന് പറഞ്ഞ് ചെയ്യും, അങ്ങനെ ചെയ്യണേ. പിന്നെ ഇവര് എന്ന് വെച്ചാൽ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ വിഷ് ഉണ്ട്, അതിലാണ് പിടിച്ചു നിൽക്കുന്ന ആള്. അല്ലാണ്ട് വേറെ വരുമാനം ബർത്ത്ഡേ വിഷ് കല്യാണ പരിപാടി ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ മലപ്പുറം ഭാഗത്തുനിന്ന് ഇപ്പൊ അവനെ കേട്ടിട്ടില്ല. ആ മറ്റേ മുസ്ലിംസിന്റെ ഒരു എന്തോ ഒരു വിഷയം ഇട്ട് ചെയ്തിട്ട് ഇവൻ പെണ്ണിനെ കയറി കയ്യിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ വിഷയം ഇട്ട് ഇപ്പൊ മലപ്പുറം ഭാഗത്തേക്ക് അവന് പോകാൻ പറ്റില്ല. അതെ, അപ്പൊ അതുകൊണ്ടിട്ട് ആ സംഭവം കഴിഞ്ഞിട്ട് ഇവൻ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് ബർത്ത്ഡേ വിഷ് ഉള്ളത് കൊണ്ടിട്ടാണ്. ആ ഒരു പരിപാടി ഇപ്പൊ 2000-3000 രൂപ വെച്ചാണ് ബർത്ത്ഡേ വിഷ് മേടിക്കുന്നത്. അണ്ണനും മേടിക്കുന്നുണ്ട് അതേപോലെ തന്നെ. സെയിം റേറ്റ് തന്നെയാണോ വാങ്ങുന്നത്? അണ്ണൻ 500-1000 ഒക്കെ ഉള്ളു. പെരേരയാണെങ്കിലോ? അറിയില്ല അല്ലെ? ഞാൻ ഓട്ടോ ഓടിച്ചാൽ ജീവിക്കുന്നത്. ഞാൻ ഇതിലും ഇല്ല അതിലും ഇല്ല. അല്ല, ഞാൻ ഓട്ടോ രാവിലെ മുതൽ വൈകുന്നേരം ഓടിയാ ഈ പൈസ കിട്ടി. അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റ്? വെള്ളിയാഴ്ച സിനിമ ഇറങ്ങുന്ന ദിവസമാണ് ഞങ്ങൾ പിന്നെ ജനിക്കുന്നത്. ആണല്ലേ? അപ്പോഴാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് വരുന്നത്. വെള്ളിയാഴ്ച സിനിമ ജനിക്കുന്ന ഓരോ സിനിമ ജനിക്കുമ്പോ ഓരോ അണ്ണന്മാര് ജനിക്കുന്നു. അതേപോലെ ഓരോ സിനിമ ഇപ്പൊ മാറിപ്പോ ഞങ്ങളെ അങ്ങാട് പിടിച്ചു തിരിക്കും. അങ്ങാട് അണ്ണ വഴക്കിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോ അണ്ണൻ തന്നെ വിളിക്കും. നീ എവിടെയാ ഒന്ന് കാണണം വന്ന് വിളിച്ച് ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു തരും. അപ്പൊ ഞാൻ വിചാരിക്കും ഇപ്പൊ എന്നെ പറ്റി ഒരു വീഡിയോ ഇട്ട് ഞാനപ്പോ 2 കൊടുക്കാനുള്ള ഒരു മൈൻഡിലേക്ക് അപ്പൊ പുള്ളി എന്നെ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് എനിക്ക് ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു തരും. അങ്ങനെയാണോ? പിണങ്ങി കഴിഞ്ഞ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കോ? മമ്മൂട്ടി പോലെയാണ്. സ്നേഹം മാത്രല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങളിപ്പോ ആലോചിക്കും അണ്ണൻ ഞങ്ങളെ ചീത്ത പറഞ്ഞ കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോ ബിരിയാണി മേടിച്ചു തരും. ഞങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കുള്ളൂ. അതെ അല്ലേ? ഓക്കെ. ഇപ്പൊ പെരേര എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് മാനേജർമാർക്ക് പൈസ ഒക്കെ കൊടുക്കാറുണ്ടെന്ന്. അപ്പൊ പൈസ ഒന്നും തരുന്നില്ലേ? വെറുതെ കണ്ടന്റ് മാനേജർ എന്ന് വെച്ചാൽ അങ്ങനല്ല. ഇപ്പൊ അവൻ പിടിക്കുന്നത് ബർത്ത്ഡേ വിഷ് ആണെങ്കിൽ അവൻ ചെയ്യണത് 500 രൂപ ആണെങ്കിൽ ഞങ്ങളത് ഒരു 1000 രൂപ പിടിക്കും. അല്ല ഞങ്ങളത് വേറെ ആൾക്കാരുണ്ടല്ലോ. ആ പിടിക്കുമ്പോ അവന് കിട്ടുന്ന എമൗണ്ട് 500 ആണെങ്കിൽ 1000 പറഞ്ഞു കഴിഞ്ഞാൽ 500 ഞാൻ എടുക്കും. അങ്ങനെയാണ് തരുന്നത്. അല്ലാണ്ട് ശമ്പളം പോലെ അല്ല തരുന്നത്. അതായത് നമ്മളേലും മെസ്സേജുകൾ വരുമല്ലോ, ഇതുപോലെ പേരെന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു 1000 കൊടുത്ത് ചെയ്യാൻ പറയുമ്പോ ഈ ബർത്ത്ഡേ വിഷ് പറഞ്ഞിട്ടോ? അങ്ങനെ ഈ പ്രസവത്തിനൊക്കെ വിഷു പറയാൻ വേണ്ടിട്ട് വിളിക്കാറുണ്ട്. 10ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അവനത് ചെയ്യാറില്ല. ഞാൻ കണ്ടിരിക്കുന്നത് ബർത്ത്ഡേ വിഷസ്. അപ്പൊ അങ്ങനത്തെ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കോ? ഞാൻ പൈസ ആദ്യം പൈസ 500 രൂപ കൊടുക്കും.